على عباده الذين اصطفى أما بعد ബഹുമാനപ്പെട്ട ഉലമാക്കളെ ഉമറാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത വലിയ അനുഗ്രഹമാണ് ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കെടുക്കാൻ നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി. ഇന്ന് ഈ സദസ്സിൽ സനദ് വാങ്ങാൻ പോകുന്നത് 142 ആലിമീങ്ങളും 33 മുഫ്തിമാരും 7 ഖാരിഈങ്ങളാണ്. എപ്പോഴുമുള്ള ഒരു ചിന്ത പല ആൾക്കാരും നമ്മളെടുത്ത് പങ്കുവെക്കാറുണ്ട്. അതായത് നമ്മളെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി 7 വർഷങ്ങൾ 10 വർഷങ്ങളൊക്കെ ചെലവാക്കി ഫാരിഗായി പോകുന്ന സനദ് വാങ്ങി പോകുന്ന മക്കള് ആലിമീങ്ങൾ അവരെന്ത് ചെയ്യുന്നു എന്നാണ്. അൽഹംദുലില്ലാഹ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ്. എല്ലാ ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കുക. ഉമ്മമാരുടെ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. 3 വയസ്സ് ഏകദേശം പ്രായമുള്ള ഒരു പെൺകുട്ടി രക്ഷിതാക്കളെ തെരഞ്ഞ് കുറേ സമയമായി പേസ് സ്കൂളിലേക്കുള്ള റോട്ടിൽ നടക്കുന്നുണ്ട്. അവിടെ സെക്യൂരിറ്റി റൂമിൽ ആ കുട്ടിയെ എത്തിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് രക്ഷിതാക്കൾ അവിടെ എത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 3 വയസ്സ് ഏകദേശം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. KL 10 AT 4599 ഹോണ്ട സിറ്റി ഗാർഡനിലാണ് നിർത്തിയിട്ടുള്ളത്. അത് പെട്ടെന്ന് മാറ്റി പാർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പറഞ്ഞു വന്നത് അൽഹംദുലില്ലാഹ് ഈ സനദ്ദാന സമ്മേളനം തീരുമാനമായതിന് ശേഷം ഇവിടുന്ന് സനദ് വാങ്ങുന്ന പണ്ഡിതന്മാരടുത്ത് ക്ഷണമൊക്കെ നൽകിയതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, ഒരു കാർഗുസാരി എടുത്തു. വലിയ സന്തോഷമുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖും അനുഗ്രഹം കൊണ്ട് മാഷാ അല്ലാഹു കാൻ വമാ ലം യകുൻ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മുഴുവൻ അല്ലെങ്കിൽ ഏകദേശം എല്ലാവരും തന്നെ ദീനിൻ്റെ ഖിദ്മത്തിലാണ്. ഇന്ന് 142 ഉലമാക്കൾ സനദ് വാങ്ങുന്നുണ്ടെങ്കിലും ഇവിടുന്ന് ഫാരിഗായി പോയ ഉലമാക്കൾ 122 പേരാണ്. കാരണം 20 കുട്ടികൾ അല്ലെങ്കിൽ 20 വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിന്ന് സനദ് വാങ്ങും. ഈ 122 ആലിമീങ്ങളിൽ നിന്ന് അൽഹംദുലില്ലാഹ് 25% ആലിമീങ്ങൾ നജ്മികൾ ഖുത്ബ നിർവഹിക്കുന്നവരാണ്. 30% ആലിമീങ്ങൾ ഇമാമത്ത് നിർവഹിക്കുന്നവരാണ്. 5% ആലിമീങ്ങൾ മുഅദ്ദിൻ ആയി ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. 20% നജ്മി ഉലമാക്കൾ ശരിയ കോഴ്സ് പഠിപ്പിക്കുന്നവരാണ്, തദ്രീസുള്ളവരാണ്. 38% നജ്മി ഉലമാക്കൾ ഹാഫിൽ ഉസ്താദന്മാരാണ്. 22% ഉലമാക്കൾ പ്രാഥമിക മദ്രസ പഠിപ്പിക്കുന്നവരാണ്. 15% ഉലമാക്കൾ സ്കൂളിൽ ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. 18% ഉലമാക്കൾ ഓൺലൈൻ മുഖേന ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. 15% ഉലമാക്കൾ മാഷാ അല്ലാഹ് ഖുർആനിൻ്റെ ദർസ് നടത്തുന്നവരാണ്. നമ്മളിത് ഒരുമിച്ച് കൂട്ടിയാൽ ഒരുപക്ഷെ 100-നെക്കാളും കൂടുതൽ കിട്ടും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല പണ്ഡിതന്മാരും ഒന്നിൽ കൂടുതൽ ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ അവർ തദ്രീസും ചെയ്യുന്നുണ്ടാവും, ഓൺലൈൻ പഠനം നടത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ് കൂടി നടത്തുന്നുണ്ടാവും. എന്താണെങ്കിലും വലിയ സന്തോഷമാണ്. കാരണം ഇവിടെ നടക്കുന്ന മുഴുവൻ പരിശ്രമങ്ങൾ റിപ്പോർട്ടിൽ സാധാരണ എല്ലാ വർഷം പറയുന്നത് പോലെ ഇവിടെ നടക്കുന്ന അക്കാഡമിക്കായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, തർബിയത്തായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സമാജങ്ങൾ, സെമിനാറുകൾ, ഭാഷയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഉസ്താദന്മാർ അവരുടെ മഷൂറ,
ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, സ്കൂൾ പഠനം, ഇതൊക്കെ ആവർത്തിച്ച് എല്ലാ വർഷം പറയാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ നടക്കുന്നത് നമ്മളെ മക്കൾ, നമ്മളെ ഉലമാക്കൾ, നമ്മളെ വിദ്യാർത്ഥികൾ ഇവിടുന്ന് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ജനങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ കേട്ടല്ലോ, അൽഹംദുലില്ലാ, ഏകദേശം എല്ലാവരും തന്നെ ദീനിൻ്റെ ഖിദ്മത്തിലാണ്. അള്ളാഹു ഈ ഫാരിഗാവുന്ന മുഴുവൻ ഉലമാക്കൾക്കും ഇഖ്ലാസും ഇസ്തിഖാമത്തും നസീബാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ മദ്രസ ഓരോരു സംസാരത്തിൽ കേട്ടതുപോലെ ഇതിൻ്റെ അസലും ഇതിൻ്റെ റൂഹും ദീനിൻ്റെ ദഅവത്തിൻ്റെ പരിശ്രമമാണ്. അള്ളാഹുവിൻ്റെ ഫضൽ കൊണ്ട് 5 അമൽ കൃത്യമായി നടക്കുന്ന ജാമിഅ ആണ്. കൂടാതെ മുതിർന്നവരുടെ മശൂർ അനുസരിച്ച് കൃത്യമായി എല്ലാ തബ്ലീഗിൻ്റെ അമൽ നടക്കുന്ന സ്ഥാപനമാണ്. അൽഹംദുലില്ലാ, പ്രത്യേകിച്ച് നമ്മളെ അവസാനത്തെ ടേം, അതായത് റബീഉൽ അവ്വലിന് ശേഷം റമളാൻ മാസത്തിൽ കൂടുതലായി ചില്ല പുറപ്പെടാൻ വേണ്ടി കാര്യമായി എല്ലാ മാസം ജമാഅത്തുകൾ വന്നുകൊണ്ട് താമസിച്ചുകൊണ്ട് നമ്മളെ മക്കളെ, നമ്മളെ വിദ്യാർത്ഥികളെ തശ്കീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ എല്ലാ വർഷവും 30 മുതൽ 40 വരെ കുട്ടികൾ ചില്ല പോവാറുണ്ട്. ചില കുട്ടികൾ കേരളത്തിൽ തന്നെ ചില്ല പോവും, ചില കുട്ടികൾ നിസാമുദ്ദീനിലും ഡൽഹിയിലും അന്യ സംസ്ഥാനങ്ങളിൽ ചില്ല പോവാറുണ്ട്. അതേപോലെ അൽഹംദുലില്ലാ ഈ വർഷവും ഏകദേശം 30ഓളം കുട്ടികൾ ടിക്കറ്റ് ബുക്കാക്കിയിട്ടുണ്ട്. സമ്മേളനത്തിന് ശേഷം മർക്കസിൽ പോയി സമയം ചെലവാക്കാൻ വേണ്ടി. അള്ളാഹു അവർ പുറപ്പെടലെ കബൂലാക്കുമാറാവട്ടെ, എളുപ്പമാക്കുമാറാവട്ടെ. ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ അവർ ചെയ്യുന്ന ഖിദ്മത്ത് വലിയ ഖിദ്മത്താണ്. ഈ പറയപ്പെടുന്ന 142ൻ്റെ കണക്കും 33ൻ്റെ കണക്കും 7ൻ്റെ കണക്കും എല്ലാ ഇതൊക്കെ കണക്കുകളാവണമെങ്കിൽ ഇവരെ പഠിപ്പിക്കുന്നവരായ ചില ആൾക്കാർ ഇവിടെ ഉണ്ടാവണം. അതാണ് ഈ മദ്രസയുടെ ഉസ്താദന്മാർ. കൃത്യമായി എല്ലാ ആഴ്ച ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരു നജ്മി ആലിമിന് കൃത്യമായി അറിയുന്ന കാര്യമാണ്. അവരൊരിക്കലും മറക്കൂല. ചൊവ്വാഴ്ച ദിവസം അസറിന് ശേഷം ഉസ്താദന്മാരുടെ കൃത്യമായ എല്ലാ ചൊവ്വാഴ്ചകളിൽ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ വരെ മശൂറ നടക്കാറുണ്ട്. അതിൽ കുട്ടികളുടെ തർബിയത്തും കുട്ടികളുടെ താലീം, ഈ 2 വിഷയം മുമ്പിൽ വെച്ചിട്ടാണ് മശൂറ നടക്കാറ്. അൽഹംദുലില്ലാ, ആ മശൂറയുടെ ബർക്കത്ത് കൊണ്ടാണ് ഇവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഹയാത്താവുന്നത്. സെമിനാറുകൾ 4 ഭാഷയിൽ, സമാജങ്ങൾ 4 ഭാഷയിൽ, ഇംഗ്ലീഷ് ക്ലബ്ബ്, അറബിക് ക്ലബ്ബ്, ഉറുദു ക്ലബ്ബ്, ഇങ്ങനെ പല ഭാഷകളിലായി ബന്ധപ്പെട്ടിട്ടുള്ള ദിവസങ്ങൾ. ആഴ്ചയിൽ 6 ദിവസങ്ങളാണ് പഠനം നടക്കുന്നത്. ഈ 6 ദിവസം, ഒരു ദിവസം അറബിക്ക് വേണ്ടി, ഒരു ദിവസം ഉറുദുക്ക് വേണ്ടി, ഒരു ദിവസം ഇംഗ്ലീഷിന് വേണ്ടി, അതിനുശേഷം ഇനും അറബിക്ക് വേണ്ടി ഒരു ദിവസം, ഉറുദുക്ക് വേണ്ടി ഒരു ദിവസം, ഇംഗ്ലീഷിന് വേണ്ടി ഒരു ദിവസം. അൽഹംദുലില്ലാ, നമ്മൾ എല്ലാ വർഷവും വർഷാവസാനം ആ വർഷത്തെ കാർഗുസാരിയും അടുത്ത വർഷത്തേക്കിലേക്കുള്ള അസായും ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മശൂറ ഉസ്താദുമാർ ചെയ്യാറുണ്ട്. അതും ഇവിടെ ഇരിക്കുന്ന 142 നജ്മികളായ ഉലമാക്കൾ കൃത്യമായി അറിയുന്ന കാര്യമാണ്. ഈ വർഷം നമ്മളെ മശൂറ നടക്കുന്നതിന് മുമ്പ് മാഷാ അല്ലാഹ് 6ാം വർഷക്കാർ വന്നു. എന്നിട്ട് അവർ ചില അഭിപ്രായങ്ങൾ നമ്മൾക്ക് തന്നു. അൽഹംദുലില്ലാ, 1-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മർഹൂം മുത്തവല്ലിയുടെ മക്കൾ മദ്രസയിൽ വന്നതിന് ശേഷം, ജാമ്യയിൽ വന്നതിന് ശേഷം അവരൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. എല്ലാ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉയർച്ച വേണ്ട, പുരോഗതി വേണ്ട രാജ്യങ്ങൾക്ക് വിഷൻ ഉണ്ടാവും. 2030, 2040, 2050. അപ്പം ആ മക്കളും നമ്മൾ 2030 ജാമിയ നജ്മുൽ ഹുദയുടെ 50ാം വാർഷികമായിരിക്കും. അതിനുവേണ്ടി അന്ന് ഉസ്താദന്മാർ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ വിഷൻ സഫലമാവാൻ അവർ ചില നിർദ്ദേശങ്ങൾ, ചില ഗൈഡ് ലൈൻസ്, ചില അഭിപ്രായങ്ങൾ നമ്മൾക്ക് എഴുതി തന്നു. അതിലൊരു അഭിപ്രായം എന്തായിരുന്നു വെച്ചാൽ, ഈ പറയപ്പെടുന്ന ദിവസങ്ങൾ മാറ്റിക്കൊണ്ട് ആഴ്ചകളാക്കണമെന്നാണ്. അതായത് ഒരാഴ്ച അറബി സംസാരിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഉറുദു സംസാരിക്കണം മുഴുവൻ ക്യാമ്പസിൽ, അതിനുശേഷമുള്ള ആഴ്ച ഇംഗ്ലീഷ് സംസാരിക്കണം. ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും അറിയും. പൂർണ്ണമായി എല്ലാവർക്കും എല്ലാ ദിവസവും ഇത് സംസാരിക്കാൻ സാധിക്കൂല. എങ്കിലും കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാവൽ, അവർക്കൊരു താല്പര്യം വരൽ, അതിനൊരു വലിയ കാര്യമാണ്. മാഷാ അല്ലാഹ്, ഇതെല്ലാം നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ
കൃത്യമായ ഉസ്താദന്മാരുടെ മഷൂറ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ നടക്കുന്ന ഈ എക്സിബിഷൻ വലിയ അത്ഭുതമാണ്. ഈ കുട്ടികളെല്ലാവരും അതിൽ കൂടുതൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ പഠിച്ചവരാണ്. അതിനുശേഷം ഹിഫ്ള് പഠിച്ചു. 80% ഇവിടെ ഫാരിഗാവുന്ന മക്കൾ ഹാഫിളീങ്ങളാണ്. അതിനുശേഷം അവർ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂൾ എന്താണ് അവർക്ക് അറിയില്ല. എങ്ങനെ ക്ലേ എന്താണ്, എക്സിബിഷൻ എങ്ങനെ ചെയ്യണം, ഇത് എങ്ങനെ തയ്യാറാക്കണം, ഒന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല, അവർ പഠിച്ചിട്ടുമില്ല. പക്ഷേ ഈ ഇൽമിൻ്റെ ബറക്കത്താണ്, ഉസ്താദന്മാരുടെ പരിശ്രമത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മൾ കണ്ട ഈ എക്സിബിഷൻ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ഖുർആനിൽ വന്ന കഥകൾ വ്യക്തമായി ലഘുവായ രീതിയിൽ എളുപ്പ രീതിയിൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കാനും അത് വിശദീകരിച്ച് തരാൻ വേണ്ടി കുട്ടികളും ആ കാര്യങ്ങളൊക്കെ വലിയ അത്ഭുതപ്പെടുത്താണ്. ഇതും ഈ മഷൂറയുടെ ബറക്കത്താണ്. പിന്നുള്ളൊരു കാര്യം, അൽഹംദുലില്ലാ, നമ്മളെ ലൈബ്രറിയാണ്. നമ്മൾക്ക് ദീന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് വലിയ നല്ല കാര്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ വഴികൾ ഉണ്ടാവൽ അതിനേക്കാളും വലിയ കാര്യമാണ്. ആ വഴികളിൽ പറ്റിയൊരു കാര്യമാണ് നല്ല ലൈബ്രറി മദ്രസയിൽ ഉണ്ടാവുക, ജാമ്യയിൽ ഉണ്ടാവുക. നിങ്ങളെല്ലാവരും കണ്ടതുപോലെ വിശാലമായ ലൈബ്രറി, ഏകദേശം 5700 കിതാബുകളുള്ള ലൈബ്രറി, സെൻട്രൽ ലൈബ്രറി ഗ്രൗണ്ട് ഫ്ലോറിലും കുട്ടികൾക്ക് വേണ്ടിയുള്ള ലൈബ്രറി ഫസ്റ്റ് ഫ്ലോറിലും തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ലൈബ്രറി എന്തെന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ കുട്ടികൾക്കറിയും, പല ഉസ്താദന്മാർ അവർക്ക് വർക്ക് കൊടുക്കും. ഈ ഷുറഹാത്തുകൾ നോക്കാൻ, ഈ തഫാസീറുകൾ നോക്കാൻ, ഈ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങൾ നോക്കാൻ, ഈ അഖായിദിൻ്റെ ഗ്രന്ഥങ്ങൾ, അഖീദയുടെ ഗ്രന്ഥങ്ങൾ നോക്കാനൊക്കെ വർക്ക് കൊടുക്കും. അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഫത്ഹുൽ ബാരി, തുഹ്ഫത്തുൽ ബാരി, ഇങ്ങനത്തെ ഒരുപാട് അറിയപ്പെട്ട തുഹ്ഫത്തുൽ മുഹ്താജ് പോലത്തെ ഗ്രന്ഥങ്ങളൊക്കെ അവിടെ അവർക്ക് എല്ലാ സമയവും ഉപയോഗിക്കാൻ വേണ്ടി ആ സൗകര്യം അവർക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. കൂടാതെ എല്ലാ വർഷവും പുതുതായിട്ട് പബ്ലിഷ് ആവുന്ന കിതാബുകൾ ഷാർജയിൽ പോയി ഒരു വലിയ തുക ചെലവാക്കിക്കൊണ്ട് വാങ്ങിയിട്ട് ലൈബ്രറിയിൽ ശേഖരിച്ച് കൊണ്ടുവരാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. പിന്നെ ഭാഷ നമ്മളെ മക്കൾക്കറിയും, കഴിഞ്ഞ 2-3 വർഷങ്ങളായി അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവാൻ വേണ്ടി അന്യ രാജ്യങ്ങളിൽ നിന്ന് നല്ല അറബി കഴിവുള്ള പണ്ഡിതന്മാർ, ഷെയ്ഖ് സൗമി പോലെ, ഷെയ്ഖ് അബ്ദുള്ള യഹ്യ പോലെ ഇവിടെ വന്ന് താമസിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കും പൊതുവായിട്ടും ഇവർക്ക് അറബി ഭാഷയിൽ കലാമൻ സംസാരിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങുകളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്, പല വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ പേരിൽ അറബി ഭാഷയുടെ അറബി പ്രസംഗത്തിന് വേണ്ടി പോയി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഖിറാത്തിന് പോയി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഹദീസിൻ്റെ മുസാബക്കകൾ പോയിട്ടൊക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഇത് സത്യത്തിൽ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി പറയുന്നതാണ്. കാരണം ഇത് പറഞ്ഞാൽ ഇതൊരു അമാനത്താവുമ്പോൾ നമ്മൾ അത് നിർവഹിക്കൽ നിർബന്ധമായി. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അല്ല, നമ്മൾ വലിയ സംഭവമാണ്, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇത് അറിയിക്കാൻ വേണ്ടി മാത്രമല്ല. പിന്നെ അവസാനം അൽഹംദുലില്ലാ വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ സ്കൂളിൻ്റെ പഠനം കൂടി നടക്കാറുണ്ട്. സ്കൂളിൻ്റെ പഠനത്തിൽ NIOSൻ്റെ സിലബസ് ഇംഗ്ലീഷ് മീഡിയം സയൻസും മാത്സ് വെച്ചുകൊണ്ട് തന്നെ കുട്ടികൾക്കും SSLCയും അതിനുശേഷം അവർക്ക് ഡിഗ്രി വരെയുള്ള പഠനം കൃത്യമായി ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർ മുഖേന തന്നെ അവർക്ക് നൽകാറുണ്ട്. അൽഹംദുലില്ലാ PGയും ഡബിൾ PG ഒക്കെ കിട്ടിയ നല്ല മാഷന്മാരാണ് നമ്മളെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ എല്ലാ കുട്ടികൾ നമ്മളെ ഇങ്ങനത്തെ എക്സാമുകളിൽ 100% വിജയം കിട്ടിക്കൊണ്ടാണ് എല്ലാവരും പാസ്സാവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഉഖ്റവിയായ ഉലമാക്കളെ ഈ മദ്രസയിൽ നിന്ന് പുറപ്പെടുവിക്കുമാറാവട്ടെ. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നിങ്ങളും എല്ലാവരും രക്ഷിതാക്കളും ഈ പറയപ്പെട്ട നജ്മി ഉലമാക്കളും പഠിക്കുന്നവരും കേൾക്കുന്നവരും എല്ലാവരും ദുആ ചെയ്യണം. കാരണം മദ്രസ ദീനിൻ്റെ കേന്ദ്രമാണ്. മദ്രസകൾ ദീനിൻ്റെ കേന്ദ്രമാണ്. ദീനിൻ്റെ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ദീൻ ഉണ്ടാവൂ. ദീനിൻ്റെ കേന്ദ്രങ്ങൾ ഇല്ല എങ്കിൽ ദീനും ഉണ്ടാവൂല.
അതുകൊണ്ട് ദീനിൻ്റെ കേന്ദ്രങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ, ഇത്ര കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സനദ് വാങ്ങാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളും നജ്മികളായ ഉലമാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഖ്റവിയായ ഉലമാക്കളിൽ അവരെയും നമ്മളെയും എല്ലാ ആലിമ്യങ്ങളെയും ഉമ്മത്തിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.